അത് വി ഡി സതീശൻ അയാൾ ഈ കേരളം കണ്ടതിലെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഇവിടെ ആരെല്ലാം പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സമീപനത്തിൽ തന്നെ പാളിച്ചയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന എല്ലാം പ്രത്യേകമായൊരു ശൈലി രീതിയാണ്. അതിനോടൊന്നും സാമാന്യം എല്ലാ കോൺഗ്രസ്സുകാരൊന്നും യോജിക്കുന്നിട്ട് ഞാൻ കരുതുന്നുമില്ല. എന്തായിരുന്നാലും ഞാൻ ഇന്നലെ നടത്തിയ പ്രതികരണം വേണ്ടിയിരുന്നില്ല. എൻ്റെ പാർട്ടി നേതൃത്വം അത് ശരിയായില്ല, പാർട്ടിയുടെ നിലപാടതല്ലെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത്. അവരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊതുവേ ജനവിധി നമുക്കാകെ അനുകൂലമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിച്ച ജനവിധി വന്നില്ലല്ലോ. അപ്പോൾ അവർ സീറ്റ് വാങ്ങിച്ചെന്ന രീതിയിൽ അവരും ഈ ജനവിധി നമുക്കെതിരെ വന്ന് കുറേ പ്രതികരണം വന്നു. അത് അവർക്കും ബാധകമായി എന്ന് കൂട്ടിയാൽ മതി. അവർക്കും ബാധകമായി, ഞങ്ങൾക്കും ബാധകമായി. കല്ലായാലും കൊഴിയായാലും പല്ലുപോയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ രാവിലെ വന്ന് മെനക്കെട്ടതല്ലേ. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഈ വിധി ഒരു നിലയിലും അവിടെ യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് ഈ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളും കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് ഞാനും എന്ന മന്ത്രിയായിരുന്നു ഒന്നാം ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, പിന്നീട് അധികാരത്തിൽ വന്ന തുടർഭരണം കിട്ടിയ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നയങ്ങളും പരിപാടികളും ജനക്ഷേമ പരിപാടി ഇതെല്ലാം വെച്ച് നോക്കുമ്പം ജനവിധി ഒരിക്കലും സഹായകരമായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ തികച്ചും സഹായകരമായില്ല എന്നാണ്. അതെന്താണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയായോ, എന്താണ് ഇങ്ങനൊരു വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിൽ എനിക്ക് ബസവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെന്നാൽ എനിക്ക് മനസ്സിലായില്ല ബുദ്ധിമുട്ടെന്താ. വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അവർക്ക്. അത് അവർക്ക് അവരെ നയിച്ച ഏതെങ്കിലും വികാരം കാണും, ഏതെങ്കിലും വിഷയം കാണും. പക്ഷേ അതിൻ്റെതൊക്കെ എന്തെങ്കിലും തെറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അതിൻ്റെ ഗവൺമെൻറ്റോ ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് സഹായകരമായി വേറൊരു കാര്യവും പറയാം. ഇന്നത്തെ കേരളത്തെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടായ യു പിയിലോ ഒന്നും വരാത്ത പുരോഗതി ഈ കേരള സംസ്ഥാനത്തുണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പങ്കുണ്ട് എന്ന് തന്നെ അത് നിങ്ങൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിൽ ഇവിടെ അങ്ങ് വിട്ടാൽ ഇവിടെ സംസ്ഥാനത്തുമുണ്ടാകാത്ത സാമൂഹ്യ അന്തരീക്ഷം, സാമൂഹ്യ പുരോഗതി, ഭൂപരിഷ്കരണ നിയമം, പാർപ്പിട പദ്ധതി, തലചായ്ക്കാൻ ഇടമില്ലാത്തവനെ ഇടത്തിൻ്റെ ഉടമകളാക്കി, മലയോര കൃഷിക്കാർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു. അത്തരം നിലപാടുകളെല്ലാമാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്, ഒന്നാം EMSൻ്റെ ഗവൺമെൻറ് മുതലുള്ള എല്ലാ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ ആരെങ്കിലും തർക്കിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ജനവിധി പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന കാര്യം പാർട്ടി വിശദമായി പരിശോധിക്കും.